ഏതോ വൈകുന്നേരത്തെ അന്തിച്ചർച്ചയിൽ ഏതോ ഒരു BJP-ക്കാരൻ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലും എന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പരാതി കൊടുക്കണ്ടേ? KPCC പരാതി കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവ് പരാതി കൊടുത്തോ? ഒരു പരാതിയും കൊടുത്തില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച നിയമസഭയിൽ വന്ന് പ്രസംഗിക്കാൻ എന്തുകൊണ്ട് കേസെടുത്തില്ല? ഇടുക്കിയും നമ്മുടെ നാടും എല്ലാം കുറെ കൂടി സജീവമായി വലിയ തരത്തിലുള്ള വളർച്ചയ്ക്ക് സഹായകരമാകുന്നു. എന്തിനാണ് ഈ UDF ആ വളർച്ചയെ തകർക്കുന്നത്? ആ വളർച്ചയെ തകർക്കാൻ നടത്തിയ ഹീനമായ ശ്രമങ്ങൾ നോക്കും. ഒരു പോറ്റിയെ കൊണ്ടുവന്നില്ലേ? അയ്യപ്പ സംഗമം അത് ലോകത്തിന്റെ മുമ്പിൽ ശ്രദ്ധേയമായ ഒരു കേന്ദ്രീകരണമാകുന്നു. അത് കേരളവും നാടും വളരുകയാണ്, വികസിക്കുകയാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് ജനപിന്തുണ വർദ്ധിക്കുകയാണ്. അതിനെ തകർക്കാനല്ലേ കൃത്രിമമായിട്ടൊരു സംഭവം ഉണ്ടാക്കിയത്? അവിടുത്തെ പാളികൾ, സ്വർണ്ണപ്പാളികൾ പുതുക്കിപ്പണിയാൻ, പീഠം നിർമ്മിക്കാൻ ഇങ്ങനെ സ്വർണം കൊണ്ടുപോയിരിക്കുന്നു. സ്വർണം കാണുന്നില്ല. 4.69 കിലോ സ്വർണം കാണുന്നില്ല എന്നെല്ലാം കൂടെ ഒരു കഥ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് എന്താ നടത്തിയത്? ഇപ്പോൾ ആ പോറ്റി തന്നെയാണ് ഇതിന്റെ കാരണക്കാരനെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയല്ലേ? ആരാ അതിന്റെ പിന്നിൽ? ഏതോ സ്പോൺസർ ചെയ്തിരിക്കുന്ന പോറ്റിയാണ്, സ്വമേധയാ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു പോറ്റിക്ക് ചെയ്യാൻ സാധിക്കുമോ? എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് UDF കൈകാര്യം ചെയ്യുന്നത്? ഇങ്ങനെയാണോ കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഞാൻ നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങളോടാണ് ചോദിക്കുന്നത്, ഇതാണോ രാഷ്ട്രീയം? ഈ കോൺഗ്രസ് നമ്മുടെ നാടിനെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കും? ഈ കോൺഗ്രസിന്റെ ഈ നയങ്ങളും സമീപനങ്ങളും കേരളത്തിന്റെ നിലനിൽപ്പിന് അപകടമല്ലേ? നാം ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയമാണത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ ഒരു പ്രശ്നം ഉന്നയിച്ചു. ഏതോ വൈകുന്നേരത്തെ അന്തിച്ചർച്ചയിൽ ഏതോ ഒരു BJP-ക്കാരൻ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലും എന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പരാതി കൊടുക്കണ്ടേ? KPCC പരാതി കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവ് പരാതി കൊടുത്തോ? ഒരു പരാതിയും കൊടുത്തില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച നിയമസഭയിൽ വന്ന് പ്രസംഗിക്കാൻ എന്തുകൊണ്ട് കേസെടുത്തില്ല? എങ്ങനെയാണ് കേസെടുക്കുക? അപ്പോൾ നിയമസഭയിൽ തന്നെ പ്രതിപക്ഷങ്ങൾ ചോദിച്ചു, ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? 4 ദിവസം മുമ്പ് നടന്ന സംഭവമല്ലേ? തിങ്കളാഴ്ചയാണ് ചോദിക്കുന്നത്. 4 ദിവസം മുമ്പ് നടന്ന സംഭവമല്ലേ? എന്തെങ്കിലും ഒരു പരാതി നിങ്ങൾ ആരും കൊടുത്തിട്ടുണ്ടോ? അത് നിയമസഭയിൽ പ്രതിപക്ഷ അംഗം ചോദിച്ചപ്പോഴാണ് കോൺഗ്രസ്സുകാരൊരു പരാതി എഴുതി കൊണ്ടുപോയി കൊടുക്കുന്നത്. എന്നിട്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് 12 മണിക്ക് ചോദിക്കുന്നു, 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്ക് പരാതി എഴുതിക്കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ലേ? അതിന്റെ പ്രധാനം നമ്മുടെ സൈബർ വിങ്, പോലീസിലെ സൈബർ വിങ് അന്വേഷിച്ച് കുറ്റവാളിയെ കണ്ടെത്തി പിടിക്കാൻ പുറപ്പെടില്ലേ? എന്തോ ഇരിക്കട്ടെ, ഒരു പരാതിയുടെ മേൽ അന്വേഷണം നടത്തിയില്ലേ? ഒരു പരാതി പറയുകയോ ചെയ്യാതെ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി ഇടതുപക്ഷത്തെ എങ്ങനെ കളങ്കപ്പെടുത്താൻ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചിട്ട് ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല.